ഹാപ്പി വിഷു എവ്രി വൺ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. എന്താണ് വിശേഷം? നല്ല വിഷു ആയിട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളും ഉണ്ട് കേട്ടോ. ഹായ് ഹായ്. അത് കാണുന്നില്ല, നിന്നെ കാണുന്നില്ല. ട്യോ പടക്കം പൊട്ടുന്നതാണ്. അയ്യോ, അമ്മയായതിനു ശേഷം ഞാൻ ഈ വിഷു കാലത്ത് പടക്കം പൊട്ടിക്കല്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇവൻ ഉറക്കി കെടുത്തിയ സമയത്താണ് പടക്കം പൊട്ടിക്കുക. അപ്പോൾ ഇവൻ എഴുന്നേക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ല രാത്രിയൊക്കെ ഉറങ്ങാനും പുലർച്ചയ്ക്കൊക്കെ പടക്കം പൊട്ടിച്ചിട്ടേ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, കണി കണ്ടു. കണി കാണുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉണ്ണീനെ കണി കാണിക്കുന്നത് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ മനയിൽ പടക്കം പൊട്ടിയ കാരണം ഇവൻ എൻ്റെ മേത്ത് കയറിയിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കെടുത്തി പോകാൻ പറ്റില്ല. എങ്ങാനും പടക്കം പൊട്ടി പിന്നെ കരച്ചിലൊക്കെ ആവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോയി ഞങ്ങൾ ഒരുമിച്ചാണ് കണി കണ്ടത്. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇപ്പോൾ ഇരിക്കുകയാണ്. ഞങ്ങൾ നമ്മളെ മെയിൻ ഐറ്റം വിഷു കട്ടൊക്കെ കഴിക്കാൻ പോവുക. പിന്നെ സദ്യ അങ്ങനെ അതിനായിട്ട് ആണ് വിഷു. വേറെ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നുമില്ല. അങ്ങനെ ചിറ്റിനുണ്ടല്ലോ കാച്ചിട്ടിയപ്പോ അയ്യോ എൻ്റെ മോനെ എന്തൊരു സന്തോഷം, എന്ത് സന്തോഷം. തൊട്ട് നിറച്ച അത് കൂട്ടാണ്ടി പഠിച്ച് നന്നായി വറ്റട്ടാ, കൂട്ടാണ്ടി പഠിച്ച് നന്നായി വറ്റട്ട്. പൊന്നൂട്ട നിന്നെ കൂടി കാണാൻ യോഗ ഉണ്ടായി, നിന്നെ സന്തോഷിക്കാനും. കിട്ടണില്ലല്ലോ കിത്തൂന്. ചോറ് മാമ കഴിച്ചോ. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വിഷു ഓണമൊക്കെ സദ്യ കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകും അല്ലേ. അങ്ങനെയാണ് അത് ഇപ്പം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ ചേട്ടനും ഭാഗ്യയും പിന്നെ അതുട്ടനാണ് ഞങ്ങൾ കൊണ്ടുവരാൻ വന്നത്. അപ്പോൾ കാറിലെ പാട്ടിനൊക്കെ ഡാൻസ് കളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ പോകുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ്, അമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെയാണ് എല്ലാവരും ഉള്ളത് കേട്ടോ.